ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും അധികം നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് നമുക്ക് മുടി വെട്ടാൻ പറ്റാത്തത്. അപ്പോഴത്തേക്ക് നമുക്ക് സലൂണിലൊന്നും പോയി വെട്ടാൻ പറ്റത്തില്ല. ഇപ്പോഴത്തേക്ക് ഈ ഒരു സ്ഥിതി അനുസരിച്ച് നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊരു പ്രൊഡക്റ്റാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കത്രിക വെച്ച് വെട്ടിയാലും ഒരിടത്ത് കയറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എന്ത് സാധനമാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എംഐയുടെ ബിയർഡ് ട്രിമ്മറാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബിയർഡ് ട്രിമ്മർ മാത്രമല്ല, നമുക്ക് മുടിയും വെട്ടാൻ പറ്റും, അങ്ങനെയുള്ളൊരു ട്രിമ്മറാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറയുമ്പോൾ 1500 രൂപയാണ് MRP വരുന്നത്. പക്ഷേ നമുക്ക് 1400 രൂപയ്ക്ക് ഇത് കിട്ടും. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റോക്ക് വന്നിട്ടില്ല. ലോക്കൽ MI സ്റ്റോറിലും ഇത് സ്റ്റോക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ me.com നിന്ന് ഓർഡർ ചെയ്യുക. അപ്പോൾ ഞാൻ me.com നിന്ന് ഓർഡർ ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു സെക്കൻഡ് ചാനലിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോഴത്തേക്ക് ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവിടെ കയറി നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ്, ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് നമ്മുടെ MIയുടെ ബിയർഡ് ട്രിമ്മർ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് എന്തോന്നൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് നമ്മുടെ റെഡ്മിയുടെ ട്രിമ്മർ വരുന്നത്. അപ്പോൾ വളരെ നമ്മുടെ ഫോണിൻ്റെയൊക്കെ പാക്കിങ് പോലെയാണ്, വളരെയധികം വെയ്റ്റ്ലെസ് ആണ്, ഏകദേശം നല്ലൊരു വെയിറ്റ് കുറവാണ്. അപ്പോൾ നമുക്കിത് തുറന്ന് അതിനകത്ത് എന്തുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് ഒരു ബോക്സ് വരുന്നുണ്ട്. നല്ല പാക്കിംഗ് ആണ് റെഡ്മി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അതിനകത്ത് ഒരു ട്രേയിൽ നമ്മുടെ ട്രിമ്മറാണ് വരുന്നത്. ഒരു ആൻറ്റിസ്റ്റാറ്റിക് കവറിലൊക്കെ വരുന്നതാണ്. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പാണ്. കോമ്പ് 2 സൈസാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ട്രിമ്മറിനകത്ത് ഇട്ടേക്കും, ഒന്ന് നമ്മുടെ അഡീഷണലായിട്ട് വെച്ചേക്കും. അപ്പോൾ ഇത് ഒരു വലിയ കോമ്പും ഒന്ന് ചെറിയ കോമ്പുമാണ്. ഇത് പ്ലാസ്റ്റിക് ഫൈബർ പോലത്തെ ഒരു മോഡലാണ്. ഇത് അതിൻ്റെ നമുക്ക് വൃത്തിയാക്കാനുള്ള ഒരു ബ്രഷാണ്. അപ്പോൾ പിന്നെ വരുന്നത് ഒരു പൗച്ചാണ്. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ ഈ ഒരു റെഡ്മിയുടെ ട്രിമ്മർ നമുക്ക് അതിനകത്ത് ഇട്ടുകൊണ്ട് പോവാം. പിന്നെ വരുന്നത് USB കേബിളാണ് ചാർജിങ്ങിന്. അപ്പോഴത്തേക്ക് ഒരു USB വന്നതിന് ശേഷം ഇതുപോലത്തെ 2 കോഡാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. വളരെയധികം സ്ലീക്കായിട്ടുള്ളൊരു ട്രിമ്മറാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ട്രിമ്മറാണ്. ഇവിടെ വോളിയം ബട്ടൺ പോലത്തെ ഒരു ബട്ടണൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഒറ്റ ഞെക്കി തന്നെ ഈ ഒരു ട്രിമ്മർ ഓൺ ആവുന്നതാണ്. അവിടെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററൊക്കെ നമുക്കവിടെ കാണാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ്, ബാക്കിൽ ഒരു ബ്രാൻഡിങ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ട്രിമ്മറിൽ നമുക്ക് വരുന്നതെന്ന് പറയുമ്പോൾ IPX7 വാഷബിൾ ബോഡിയാണ് വരുന്നത്. അതായത് ഫുൾ ബോഡി, ഈ ഒരു ഫുൾ ബോഡി നിങ്ങൾക്ക് വാഷബിളാണ്. മൊത്തം നിങ്ങൾക്ക് വാഷ് ചെയ്താലും ഒരു പ്രശ്നം വരത്തില്ല, ഫുൾ വാഷബിൾ ബോഡിയാണ്. ഓക്കെ, ഇതിൽ പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ 40 ലെങ്ത് സെറ്റിങ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 40 സെറ്റിങ്സ് കാണാൻ പറ്റും. അതായത് ഓരോ ലിവറും നമ്മളിങ്ങനെ കറക്കുന്നതനുസരിച്ച് ഈ ഒരു കോമ്പ് മുകളിലോട്ടും താഴോട്ടും ആവും. അപ്പോഴത്തേക്കും ഈ ഒരു ബ്ലേഡിന് അത് അഡ്ജസ്റ്റ് ആവും. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മുടിയുടെ ലെങ്ത് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത്. അപ്പോൾ വളരെയധികം സ്ലീക്ക് ഡിസൈനാണ്, നമ്മുടെ കയ്യിൽ നിന്നൊന്നും പെട്ടെന്നൊന്നും തെന്നിപ്പോകത്തില്ല. വളരെയധികം ചെറിയൊരു ട്രിമ്മറാണ്. ഇത്രയേ ഉള്ളൂ, ഒരു കൈക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന ഒരു ട്രിമ്മറാണ്. പിന്നെ ഇതിൻ്റെ ബട്ടൺസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബട്ടൺസാണ്. വളരെയധികം നോയ്സ് കുറവുള്ളൊരു ട്രിമ്മറാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നോയ്സ് ഏകദേശം കാണിച്ചു തരാം. ഓക്കെ, വളരെയധികം ലോ നോയ്സ് ഉള്ളൊരു ട്രിമ്മറാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ട്രിമ്മർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു 3 LED ഇൻഡിക്കേറ്റർ വരും. ആ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് നമുക്ക് ഇതിൻ്റെ ചാർജ് എത്ര ഉണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. ഇവിടെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു അഡാപ്റ്റർ ഇല്ലാത്തൊരു ചാർജറാണ്, ഒരു USB കേബിൾ മാത്രമാണ് വരുന്നത്. പിന്നെ ഇവിടെ ബാക്കിലായിട്ട് ഇതിൻ്റെ MIയുടെ ഒരു ബ്രാൻഡിങ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കോമ്പ് നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഈ കോമ്പ് ഇളക്കി മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു തമ്പ് വെച്ച് ഇങ്ങനെ എടുത്താൽ മതി. അപ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഇത് പൊക്കി വയ്ക്കുന്ന ആ ഒരു സെറ്റിങ്സിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഈ തമ്പ് വെച്ച് ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്താൽ മതി. നമ്മുടെ കോമ്പളവി വരുന്നതാണ്. കോമ്പളവി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു ഭാഗം, അതായത് ഈ ബ്ലേഡിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഇളക്കി വൃത്തിയാക്കേണ്ടി വരും. കാരണം ഇതിനകത്തൊക്കെ മുടി പോകും. അപ്പം അങ്ങനെ ഒരു വരുന്ന സാഹചര്യത്തിൽ ഇത് നമുക്ക് ഇളക്കേണ്ട ആവശ്യമുണ്ട്. അത് ഇളക്കാനായിട്ടും ജസ്റ്റ് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ തള്ളവിരൽ വെച്ചൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ ഹെഡ് വരുന്നത്, ബ്ലേഡ് ഹെഡാണ്. ഇതിനകത്ത് ജസ്റ്റ് ഇത് ഒരു മോട്ടർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് ഫുൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇതിനകത്തൊന്നും വെള്ളം ഇറങ്ങിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒരു മോട്ടർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നിങ്ങൾ ഇത് വാഷ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെയൊക്കെ മാത്രം വാഷ് ചെയ്യുക. ഈ ഒരു ചാർജിങ് പോർട്ടിൽ നിങ്ങൾ മാക്സിമം വാഷ് ചെയ്യാതിരിക്കുക. കാരണം ഇതിനകത്ത് നമ്മൾ നനവുണ്ടെങ്കിൽ നമ്മളടുത്ത് കുത്തുമ്പോഴത്തേക്ക് അത് ഷോർട്ട് സർക്യൂട്ട് ആവാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് അധികം വെള്ളം ഒഴിക്കാതിരിക്കുക. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഫുള്ള് വാഷ് ചെയ്യാവുന്നേ ഉള്ളൂ. അത്യാവശ്യം വളരെയധികം വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ട്രിമ്മറാണ്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ വെച്ച്, അതായത് ഈ ഒരു കോമ്പില്ലാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് നമ്മുടെ ഈ ഒരു മുടിയാണെങ്കിലും
അതായത് ഒരു മുടി പോലും ഇല്ലാതെ ഷേവ് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. കോമ്പിടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത് സെറ്റിങ്സ് ചെയ്യാനാണ് ഈ ഒരു കോമ്പിടുന്നത്. ഇതിൻ്റെ കൂടെ വരുന്നത് 2 കോമ്പാണ് നമുക്ക് വരുന്നത്. ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 കോമ്പാണ് വരുന്നത്. മറ്റ് ട്രിമ്മറുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിലയാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ വെറും 1400 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. ഫിലിപ്സിൻ്റെ ട്രിമ്മറൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 2500 രൂപയോളം വരും ഇതുപോലത്തെ ഒരു ട്രിമ്മറിന്. മാത്രമല്ല ഇതിൻ്റെ അതായത് ചാർജിങ് ബാക്കപ്പ് ടൈമാണ്. ബാക്കപ്പ് ടൈം വരുന്നത് 90 മിനിറ്റ് ആണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ 90 മിനിറ്റ് ഏകദേശം നമുക്ക് അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 120 മിനിറ്റ് ആണ്. 120 മിനിറ്റിൽ നമുക്ക് 90 മിനിറ്റ് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുമ്പോൾ ഇത് കുത്തി, അതായത് ചാർജ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തീർന്നു പോയാൽ ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം 2-3 പേർക്കൊക്കെ ഇത് ഒറ്റ വെട്ടിൽ തന്നെ നമുക്ക് വെട്ടാൻ പറ്റും. 2-3 പ്രാവശ്യം വെട്ടാൻ പറ്റും. അപ്പോഴത്തേക്കും നല്ലധികം ഒരു ബാറ്ററി ബാക്കപ്പ് ഇത് തരുന്നുണ്ട്. എനിക്ക് യൂസ് ചെയ്തതിൽ വെച്ച് ഇനി പോരായ്മയായിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ ഈ ഒരു കോമ്പ്, അതായത് നമ്മൾ മുടി വെട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു കോമ്പിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഈ ഒരു മുടി സ്റ്റക്കായിട്ടിരിക്കും. അപ്പോൾ അത് നമ്മൾ എടുത്തെടുത്ത് കളയേണ്ടി വരും. അതാണ് എനിക്ക് ഇതിലൊരു പോരായ്മയായിട്ട് തോന്നിയത്. മറ്റ് ട്രിമ്മറുകളിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇങ്ങനെ മുടി വെട്ടിക്കൊണ്ട് പോകുമ്പോൾ തന്നെ അത് വെളിയിൽ പോകുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു ഇടയിൽ കയറി മുടിയിരിക്കും. അപ്പോഴത്തേക്ക് നമുക്കത് ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കിത് ഫുൾ വാഷബിൾ ബോഡിയാണ്. ഫുള്ള് നമ്മൾ കഴുകിയാലും ഒന്നും സംഭവിക്കത്തില്ല. ഇതിൻ്റെ ബ്ലേഡുകളെന്ന് പറയുമ്പം സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡാണ്. അതായത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ തുരുമ്പെടുക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട, വെള്ളം നനഞ്ഞെന്നും പറഞ്ഞ്. പിന്നെ ഇതിൽ വരുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, ട്രാവൽ ലോക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. അതായത് നമ്മളിത് ഇപ്പം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ അറിയാതെ നമ്മളത് ഈ ഒരു ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ഈ ഒരു ട്രിമ്മർ ഓൺ ആവുന്നതാണ്. അപ്പോൾ അതങ്ങനെ അറിയാതെ ഓണാവാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു ട്രിമ്മറിൽ ഈ ഒരു ബട്ടണിൽ 3 സെക്കൻഡ് ഞെക്കി വയ്ക്കുമ്പോഴത്തേക്ക് ഇത് ലോക്കാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആവത്തില്ല. അതാണ് ട്രാവൽ ലോക്ക്. അപ്പോൾ എവിടെയൊക്കെ പോവുകയാണെങ്കിലും ബാഗൊക്കെ ഞെരുങ്ങുമ്പോഴത്തേക്ക് ഇത് ഓണായി പോകുമെന്നുള്ളൊരു പേടി വേണ്ട. പിന്നെ നമ്മളത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ബട്ടണിൽ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് അൺലോക്കായി വരുന്നതാണ്. അപ്പോൾ എനിക്ക് ആകെ ഇതിൽ 2 പോരായ്മകളെ കണ്ടിട്ടുള്ളൂ. ഈ ഒരു മുടി മുടി നമ്മളെടുത്ത് കളയേണ്ടി വരും, ആ ഒരു പോരായ്മയും. പിന്നെ കുറച്ച് നേരം നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ ഇതിൻ്റെ ഹെഡ് നന്നായിട്ട് ചൂടാവും. ഈ ഒരു ഹെഡ് നന്നായിട്ട് ചൂടാവും, കാണിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചൂടാവും. വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ കൈക്ക് കൃത്യമായിട്ട് ഈ പിടിക്കാനുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ വളരെയധികം നല്ലൊരു പ്രോഡക്റ്റാണ് റെഡ്മി ഇറക്കുന്നത്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന യൂസർ മാനുവലിൽ നമുക്കിവിടെ പല ടൈപ്പ് ബിയർഡ് ട്രിം ചെയ്യാനുള്ള ഒരു സംഭവങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 200 ഗ്രാം പോലും വരത്തില്ല, അത്രയ്ക്ക് വെയിറ്റേ ഉള്ളൂ. ഇത് ഫുള്ളൊരു മാറ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് ഈ ഒരു ട്രിമ്മർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് നന്നായിട്ട് തോന്നിയൊരു ട്രിമ്മറാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ട്രിമ്മറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനലിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവിടെ കയറി നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എന്തെങ്കിലും ഡൗട്ടോ ബാക്കി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതിൽ കിഡിലായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും